വിജിതേ, കൂട്ടിയോ? ജ്യൂസ് തരാൻ പറഞ്ഞിട്ട് അത് മറന്നു. അമ്മേ, വിജിതേ, എല്ലാരും ഇത്ര പെട്ടെന്ന് വാതിലടച്ച് കിടന്നു. ആരത്? എന്താ നിന്ന് കളഞ്ഞേ? ഇങ്ങോട്ട് വാ, നിന്നെ ഞാനൊന്ന് കാണട്ടെ. നിന്റെ അനിയൻ എനിക്ക് കിട്ടി. ദാ കൈത്തരിപ്പ് തീരുന്നവരൊന്ന് അടിക്കാൻ പോലും കിട്ടിയില്ല. ഒന്ന് കയ്യോങ്ങിയപ്പോഴേക്കും വീണു. മൊണ്ണ ചവിട്ടിക്കൂട്ടി വലിച്ചെടുത്തോണ്ട് വരിക. ആ നീങ്ങു വാടാ. നിങ്ങളാരാ? രക്ഷപ്പെടാമെന്ന് കരുതിയല്ലേ? എന്നെ പോലെ 14 പേരുണ്ട് വെളിയിൽ. നീ എങ്ങോട്ട് രക്ഷപ്പെടാനാ? മുംബൈയിൽ നിന്ന് വന്നവനാ ഞാൻ. ഈ വീട് വളഞ്ഞിരിക്കുക എന്റെ കൂടെ വന്നവർ. നടക്കണം. ഇങ്ങും വാടാ. ഇവരുടെ വാമൂടി ടേപ്പൊട്ടിക്കണോ? വേണ്ട. പെണ്ണുങ്ങള് കാട്ടുകോഴി ചിലക്കള പോലെ ചിലക്കും. അതിനാ ടേപ്പൊട്ടിച്ചിരിക്കുന്നേ. ഇനി പറ, എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ? ഒന്നും പറയാനില്ലേ? എന്നാ ഞാൻ ഓരോന്നോരോന്നായിട്ട് ചോദിക്കാം. എവിടെയാണ് എൻ്റെ ഭാര്യയും മോളും? എന്നെ പോലീസ് പിടിച്ചിട്ട് പോകുമ്പോ അവരിവിടെ ഉണ്ടായിരുന്നല്ലോ. എന്തെങ്കിലും ഒന്ന് പറയടാ. അപ്പോ ചോദ്യവും ഉത്തരവും ഞാൻ തന്നെ പറയണം. ആ ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. എടാ ജയശീല, ഒരിക്കൽ നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാ. എന്നെയും എന്റെ ഭാര്യയും മോളെയും കൊല്ലാൻ ശ്രമിച്ച കുറ്റത്തിന് ഞാൻ പിടിച്ച ജയിലിലടക്കുകയും ചെയ്തു. പക്ഷേ നിങ്ങൾ മുരളീകൃഷ്ണനെ കൂട്ടുപിടിച്ച് വീണ്ടും ഇവിടെ കയറിപ്പറ്റി. അവന്റെ കൂടെ ചേർന്ന് എന്നെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കി. അതൊക്കെ പോട്ടെ,
എന്റെ ഭാര്യയോടും മോളോടും നിങ്ങൾ എന്താ ചെയ്തേ? നിനക്കൊന്നും ഇപ്പൊ വായിൽ നാക്കില്ലല്ലടാ. ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചതാ. മുരളീകൃഷ്ണനും ഹരീഷും കൂടി. അവർ കൊല്ലാൻ പറഞ്ഞ നീ എന്നെ കൊല്ലും അല്ലടാ. അവരെന്റെ ഭാര്യയും മോളെ അടിച്ചിറക്കാൻ പറഞ്ഞ് നീ അടിച്ചിറക്കും എന്നടാ റോസ്കൾ. അതൊക്കെ പോട്ടെ, എനിക്ക് പറയേണ്ടത് വേറൊരു കാര്യ. ഇവിടെ നോക്കടാ, പാലപ്പടിക്കൽ വിജയകൃഷ്ണനെ കൊന്നതാരാ? പറയണ ആരാ? എനിക്കറിയില്ല. നിനക്കറിയാവോടാ? ഇല്ല. ഓ, നിനക്കും അറിയില്ലല്ലേ? രഘുറാം, ആ ബാത്റൂമിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം പിടിച്ചോണ്ട് വാ. ഞാൻ ജയിലിൽ ചാടി ഒളിവി കഴിയുന്നവനാ. 2 കൊലക്കുറ്റം എന്റെ പേരിലുണ്ട്. പിടിക്കപ്പെട്ട പരമാവധി എനിക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ വധശിക്ഷയാ. ഇനിയൊരു 10 കൊലപാതകം ചെയ്താലും അതിൽ കൂടുതലൊന്നും വരാനില്ല. ഞാൻ 36 വർഷം മുംബൈയിൽ കഴിഞ്ഞത് തേനും പാലും കുടിച്ചുകൊണ്ടൊന്നുമല്ല. കുറെ പട്ടിണി കിടന്നിട്ടുണ്ട്. ഈ ലോകത്തൊരു മനുഷ്യൻ കായികാധ്വാനം കൊണ്ട് ചെയ്യുന്ന മിക്കവാറും എല്ലാ പണികളും ഞാൻ ചെയ്തിട്ടുണ്ട്. ചായക്കടയിലും ഹോട്ടലിലും റെയിൽവേ ലൈനിലും കൽക്കരി ഖനിയിലും പാറ പൊട്ടിക്കുന്നിടത്തും പാടം ഉഴുതു പറിക്കുന്നിടത്തും ഒക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. എല്ലാത്തരം കള്ളക്കടത്ത് ബിസിനസ്സുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഒടുവിൽ എല്ലാം നിർത്തി ഞാൻ നാട്ടിൽ തിരിച്ചെത്തിയത് ഇനിയുള്ള കാലം അല്ലലില്ലാതെ ജീവിക്കാൻ വേണ്ടിയാ. എന്റെ ചേച്ചിയുടെ മക്കളാണല്ലോ എന്നോർത്താ നിന്നെയൊക്കെ പിടിച്ച് ഞാൻ കൂടെ നിർത്തിയ. നിന്റെയൊക്കെ ഈ അമ്മയുണ്ടല്ലോ, എന്റെ സ്വന്തം കൂടപ്പിറപ്പ്. എന്റെ അമ്മയുടെ സ്ഥാനം കൊടുത്ത ഞാൻ ഈ പൂതനയെ വീട്ടിൽ കൊണ്ടുവന്ന് കുടിയിരുത്തിയ. ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ എല്ലാവർക്കും ഉപകാരം മാത്രം ചെയ്ത് കഴിഞ്ഞുകൂടാൻ ശ്രമിച്ച എന്നെ നിങ്ങൾ ജീവിക്കാൻ സമ്മതിച്ചില്ല. കൊലപാതക ശ്രമം എത്ര തവണ നടത്തി, എന്തെല്ലാം തട്ടിപ്പും വെട്ടിപ്പും നടത്തി. എന്റെ ഭാര്യയും മോളും എത്രമാത്രം ഉപദ്രവിച്ചടാ. ഇനിയും നിങ്ങളെ ജീവിക്കാൻ അനുവദിച്ച ദൈവം എന്നെ ശിക്ഷിക്കും. അതുകൊണ്ട് അറിയാവുന്ന ഈശ്വര പ്രാർത്ഥനകൾ എല്ലാം നടത്തിക്കോ. ഇന്ന് രാത്രി കൊണ്ട് നിങ്ങൾ 4 പേരുടെ മായ്ച്ചു തീർന്നു. തീരുക. ഞാൻ 10 പേരെന്ന് പറഞ്ഞത് വെറുതെ അല്ല. പാലപ്പടിക്കലുണ്ട് 2 പേര്, ഹരീഷും സുധർമ്മയും. പിന്നെ ചന്ദ്രമോഹനും മുരളീകൃഷ്ണനും വിക്രമനും. പിന്നൊരു സദാനന്ദ ഷെട്ടി. ഓരോരുത്തരെയും എങ്ങനെ കൊല്ലണം, എപ്പ കൊല്ലണമെന്നൊക്കെ ലിസ്റ്റ് എഴുതി റെഡിയാക്കി വെച്ചിരിക്കുക. ഞാൻ ഐശ്വര്യമായിട്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെ അങ്ങ് തുടങ്ങുക. ആരെ ആദ്യം കൊല്ലണ്ടേ നിങ്ങൾ തന്നെ തീരുമാനിച്ചോ? ആരെയും ഒരുപാട് വേദനിപ്പിക്കില്ല ഞാൻ. പെട്ടെന്ന് കാര്യം കഴിയും. ബക്കറ്റ് മറഞ്ഞു പോകാതെ മുറുകെ പിടിച്ചോളണം. ഒരു ബക്കറ്റ് വെള്ളം മതി ഒരു മനുഷ്യന്റെ ജീവനെടുക്കാൻ. വേണ്ട, കൊല്ലരുത്. ഞാനെല്ലാം പറയാം. ദൈവത്തെ ഓർത്ത് കൊല്ലരുത് ഞങ്ങളെ, പ്ലീസ്. എങ്കി ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് എല്ലാം ഉത്തരം പറയണം. പറയാമോടാ? പറയാം. ഞാൻ എന്ത് പറഞ്ഞാലും അടിമ ചെയ്യുന്ന പോലെ അക്ഷരം പ്രതി അനുസരിക്കാമോടാ? അനുസരിക്കാം. ഒരു വാക്ക് തെറ്റിച്ച, ഒരു കള്ളം പറഞ്ഞ, എന്റെ ആജ്ഞ അനുസരിക്കാതിരുന്ന പിന്നെ ചോദ്യം പറച്ചിലൊന്നുമില്ല. മരണമാ അതിന്റെ ശിക്ഷ. എനിക്കിനി ഒന്നും നഷ്ടപ്പെടാനില്ല. മനസ്സിലായോടാ? മനസ്സിലായി. പാലപ്പടിക്കലെ വിജയകൃഷ്ണനെ കൊലപ്പെടുത്താൻ ആർക്കൊക്കെ പങ്കുണ്ടായിരുന്നു?
എനിക്ക്, ദേവന്, വിക്രമന്, ചന്ദ്രമോഹന്, പിന്നെ ഹരീഷ്, ഞങ്ങൾ 5 പേരും കൂടിയാ പ്ലാൻ ചെയ്തതും നടപ്പിലാക്കിയത്. എന്തായിരുന്നു പ്ലാൻ? എങ്ങനെ നടപ്പാക്കി? എല്ലാം വിശദമായിട്ട് പറ. വിജയകൃഷ്ണനെ കൊല്ലാനുള്ള ചുമതല ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് ഹരീഷും ചന്ദ്രമോനും കൂടി ഗോവയ്ക്ക് പോയി. അവരെ സംശയിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത്. ഓക്കെ, കൊന്നതെങ്ങനെയായിരുന്നു പറയടാ. യാതൊരു കാരണവുമില്ലാതെ ഒരുത്തരെ കൊല്ലുക, അധോ ലോകത്ത് പോലുമില്ലുള്ള ഇത്രയും ക്രൂരത. പകരം എന്നെ കൊന്നു തരാമെന്നായിരുന്നു ഹരീഷുമായിട്ടുള്ള കരാർ, അല്ലടാ? അതെ അതെ. എന്തായാലും നീയൊക്കെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയതല്ലേ, ഇനി ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ കൂടി ചെയ്യേ. നാളെ നീ നിന്റെ അമ്മയെയും കൂട്ടി പാലപ്പടിക്കൽ ചെല്ലണം. പോകാവോടാ? പോവാം. അവിടെ ചെന്നിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം പ്രത്യേകം ഓർത്തോണം, ഞാനിവിടെ വന്നു പോലീസോ ഞാനാണ് നിങ്ങളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നതെന്ന് മൂന്നാമതൊരു പാർട്ടി അറിയരുത്. അറിഞ്ഞാൽ അതിന്റെ വില നിന്റെയൊക്കെ ജീവനാ. മനസ്സിലായോടാ? മനസ്സിലായി. നിനക്കോടാ? മനസ്സിലായി. ഞാൻ പിന്നെ വിളിക്കാം. ഒരു അരമണിക്കൂറേ, അത്ര തന്നെ വേണ്ടി വരില്ല. വാമ. നിങ്ങൾ അവിടെ വന്ന് താമസിച്ചോണ്ടിരുന്നപ്പോ നമ്മൾ തമ്മിൽ ചില ചില്ലറ വഴക്കുകളൊക്കെ ഉണ്ടായി. സുധ അതൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്. നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടവരാ, അല്ലേ? ഞങ്ങൾക്കാർക്കും ഒരു വിരോധമില്ല കുഞ്ഞമ്മേ. നല്ല ചായ. ശരിയാ. നിങ്ങൾ അന്ന് 2 കോടി രൂപ ചോദിച്ചിട്ട് 30 ലക്ഷമല്ലേ തന്നുള്ളൂ. അന്ന് ഞങ്ങളുടെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടാ തരാഞ്ഞത്. ഇപ്പൊ കുറച്ച് പൈസ വന്നിട്ടുണ്ട്. അതെവിടുന്ന് കിട്ടി? അത് പുനലൂർ എസ്റ്റേറ്റിനോട് ചേർന്ന് കുറച്ച് കൈവശ ഭൂമി ഉണ്ടായിരുന്നു. അത് തൊട്ടടുത്തുള്ള ഒരു എസ്റ്റേറ്റുകാരൻ നോട്ടോട്ട് വച്ചിരുന്നാ ഞങ്ങളത് അയാൾക്കങ്ങ് മറിച്ചു വിറ്റു. പട്ടയമില്ലാത്ത ഭൂമിയല്ലേ, പ്രമാണമൊന്നും വേണ്ടല്ലോ. ഒരു എഗ്രിമെന്റ്, അത്രേ ഉള്ളൂ. എത്ര കോടി കിട്ടി ജയ? അതൊന്നും നിങ്ങൾ അറിയണ്ട. പക്ഷെ നമ്മൾ തമ്മിലൊരു വാക്കുണ്ടല്ലോ, കിട്ടുന്നതിലൊരു ഓഹരി തന്നേക്കാവുന്ന. ഇത് ഇവിടെ വന്ന് പറഞ്ഞില്ലെങ്കിലും ഒന്നും നിങ്ങൾക്ക് തന്നില്ലെങ്കിലും ആരും ചോദിക്കാനൊന്നും പോകുന്നില്ല. എന്നാലും അതല്ലല്ലോ അതിന്റെ ശരി. എത്ര തരുമെന്ന് പറ. 20 ലക്ഷം.
ചെക്ക് വേണോ അതോ ക്യാഷ് വേണോ? 20 ലക്ഷം. ഹരീഷേ, കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് തർക്കിക്കല്ലേ. നിന്റെ സ്വഭാവം എനിക്കറിയാം. ഇത് പറ, ചെക്കാണോ വേണ്ടത്, ക്യാഷ് ആണോ? ക്യാഷ് മതി അല്ലേ മോം? അതാ സൗകര്യം. ആ ശരിയാ. ചന്ദ്രേട്ടനും മുരളിയേട്ടനും എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തോണം, അതോ ഞങ്ങൾ തന്നെ കൊടുക്കണോ? അവർക്കൊന്നും കൊടുത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അതല്ല, നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടവരല്ലേ. അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. ക്യാഷിന് ഞാൻ എപ്പോഴാ വരേണ്ടത്? നീ മാത്രം അങ്ങനെ പോകണ്ട, ഞാനും കൂടെ വരാം. അല്ലെങ്കിലും ഹരീഷിന് മാത്രമായിട്ട് ഞങ്ങൾ കൊടുക്കില്ല. സുധയും കൂടി വിളിച്ച് 2 പേർക്കും കൂടി തന്നുവിടാന്നാ ദേവനും പറഞ്ഞത്. എപ്പോ വരണം? നാളെ തന്നെ വന്നോ, പൈസ ഞങ്ങൾ എടുത്തു വച്ചേക്കാം. ഞങ്ങൾ നാളെ തന്നെ വന്നോളാം കുഞ്ഞമ്മേ. ഞങ്ങൾക്ക് കിട്ടിയതിന്റെ ഒരു ഓഹരിയല്ലേ, അതങ്ങ് തന്നയച്ചാ ഞങ്ങൾക്കും ഒരു സമാധാനം കിട്ടുമല്ലോ. ആ, ആകെ മൊത്തം എത്ര കിട്ടിയെന്ന് പറ ജയ. ചേച്ചി വെച്ചോ, നാളെ തന്നാ മതി. എനിക്ക് ഇത്തിരി മതി മോളെ, കൊണ്ടുവയ്ക്കോ. എനിക്കറിയാം ഇത്തിരി മതിയെന്ന്. ഇത് തിന്നാനൊന്നും കൊള്ളില്ലല്ലോ. അമ്മോ, ഇന്ന് ചാർജ് ചെയ്ത ഫോണാ. സിം കാർഡ് അതിലിട്ട് ആക്ടിവേറ്റ് ചെയ്താൽ മാത്രം മതി. 2 ദിവസത്തിനുള്ളിൽ ഫോൺ ആക്ടിവേറ്റ് ആവും. ഉടനെ നമ്മൾ തമ്മിലൊരു കൂടിക്കാഴ്ച നടത്തുന്നത് അപകട. പോലീസ് നിന്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുന്നുണ്ട്. തൽക്കാലം ഈ ഫോണിൽ കൂടി നമുക്ക് ബന്ധപ്പെടാം. നീ ധൈര്യമായിട്ടിരിക്കേ. എൻ്റെ സുരക്ഷയെപ്പറ്റി ഒട്ടും വേവലാതി വേണ്ട. ഞാൻ വളരെ സൂക്ഷിച്ച ഓരോ ചൂടും വയ്ക്കുന്നത്. അന്തിമ വിജയം നമുക്ക് തന്നെ ആയിരിക്കുമോ? ഫോൺ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞ് ഞാൻ വിളിക്കാം. ഫോൺ വെള്ളം കയറാത്ത വിധത്തിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് ടോയ്ലറ്റിൻ്റെ ഫ്ലഷ് ടാങ്കിൽ വെച്ചാൽ ആരും പെട്ടെന്ന് കണ്ടുപിടിക്കില്ല. സിം കാർഡ് ഉപയോഗിച്ച ശേഷം അഴിച്ചെടുത്ത് മാറ്റിവെക്കാൻ മറക്കരുത്. വൈകാതെ തന്നെ നമുക്ക് കാണാം.